സാർ, ഇന്ത്യയുടെ ശുഭാൻശു ശുക്ല പങ്കെടുക്കുന്ന ആക്സിയം 4 ദൗത്യം ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ചേക്കുകയാണ്. തുടർച്ചയായിട്ട് 4ാമത് തവണയാണ് മാറ്റിവെക്കുന്നത്. സാറിനൊരു നിരാശയുണ്ടോ ആ കാര്യത്തിൽ? അല്ല, ഒരു പ്രൊജക്റ്റ് നമ്മളതൊരു ഡ്രീം പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഈ സ്വപ്ന പദ്ധതികൾ മാറ്റിവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു നിരാശ തോന്നും. കാരണം എല്ലാത്തിനെയും നമ്മൾ കാണുന്നത്, നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമ്മളെ ഇങ്ങനെ നിർമ്മിക്കുന്ന സ്വപ്നങ്ങളിലൂടെ ഉള്ള സഞ്ചാരമാണ്. ശരിക്കും ഒരു വശത്തൂടെ അങ്ങനെ ഒരു അതിസാഹസികമായിട്ട് നമ്മുടെ ലോകത്തിൻ്റെ മേൽ നമ്മുടെ മുദ്ര, ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യയുടെ മുദ്ര പതിപ്പിക്കുമ്പോൾ ഇന്ത്യക്കാരെന്ന നിലക്ക് നമുക്ക് വലിയ സന്തോഷമുണ്ട്, നമ്മൾ ആവേശം കാണിക്കുവാനത്. ഇവിടെ ഇത് 4ാം വട്ടം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നിരാശാജനകമാണെങ്കിലും ഈ പ്രൊജക്റ്റ് സാക്ഷാത്കരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഉറപ്പാണ്. ഇപ്പോൾ വന്നത് ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ദ്രവരൂപത്തിലുള്ള ഓക്സിജൻ്റെ ലീക്കാണ് ഒരു പ്രോബ്ലമായിട്ട്. കാരണം അത് ഓക്സിജൻ അങ്ങനെ ദ്രവരൂപത്തിലാക്കിയിട്ടേ ഇതിനകത്തൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനെന്തൊരു ചെറിയ ലീക്ക് വന്നു, അതാണ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമായിട്ട് വരുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു എഡ്ജ് നൽകുന്ന പ്രക്രിയ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബഹിരാകാശ പര്യവേഷണങ്ങൾ നടത്തിയാൽ മാത്രമാണ് നമുക്ക് ലോകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രസക്തിയുള്ളതെന്ന് ചോദിച്ചാൽ ഇല്ല, അതൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ലോകത്ത് ഈ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമേരിക്കയും അതേപോലെ തന്നെ സോവിയറ്റ് റഷ്യയും വലിയ മത്സരത്തിലായിരുന്നു. അപ്പോൾ അവരുടെ ആധിപത്യവും അവരുടെ പ്രൗഢിയും അവരുടെ അഭിമാനവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി അതുപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. സോവിയറ്റ് റഷ്യക്ക് പിന്നീടുണ്ടായ തകർച്ചയ്ക്ക് പോലും കാരണം അവരുടെ സമ്പത്തിൻ്റെ ഒരു നല്ല ഭാഗം ഇതിനുവേണ്ടി ചെലവഴിച്ച് ബഹിരാകാശ യാത്രയിൽ അമേരിക്കയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിലൊക്കെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നു അമേരിക്കയെ എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയും സോവിയറ്റ് റഷ്യയും തമ്മിലുള്ള അത്തരത്തിലുള്ള മത്സരങ്ങളാണ് പിന്നീട് അവിടെയൊക്കെ നമ്മൾ ഇന്ത്യ വെറും കാഴ്ചക്കാരായിരുന്നു. നമുക്കൊന്നും അതിനകത്ത് ഇടപെടാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് ആ നില മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറേശ്ശെ അതിനകത്ത് ഇടപെടാനായിട്ട് കഴിയും എന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് നമുക്ക് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ബഹിരാകാശ ദൗത്യങ്ങളിലെ വിജയങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് പ്രിയൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലേ, നിരാശ ഉണ്ടാകുന്ന ഇങ്ങനെ സ്വാഭാവികമായിട്ട് പക്ഷേ നമുക്ക് നിരാശ ഉണ്ടാവും. നിരാശയേക്കാൾ ഉപരി നമുക്ക് അഭിമാനിക്കാൻ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇതിൻ്റെ ഇടയിൽ. കാര്യം ഈ ശുഭാൻശു ശുക്ല ചില്ലറക്കാരനല്ല. നമ്മുടെ ഈ ഗഗൻയാൻ എന്ന് പറയുന്നൊരു ദൗത്യം നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ അടക്കം ആ ടീമിൽ അംഗമാണ്. അവരെ നയിക്കുന്ന ആൾ കൂടിയാണ് ഈ ശുഭാൻശു ശുക്ല. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഡ്രസ് റിഹേഴ്സലാണ് ഈ ദൗത്യം. അപ്പോൾ ഈ ദൗത്യത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവ സമ്പത്ത് നമ്മുടെ ISROയുടെ ദൗത്യത്തിന് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് വിജയിക്കേണ്ടത് നമ്മുടെ വളരെ അത്യാവശ്യമാണ്. അത് മാത്രമല്ല, ശുഭാൻശു ശുക്ല അത് വിജയകരമായി പൂർത്തിയാക്കി നമ്മുടെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയാൽ ഗഗൻയാൻ ദൗത്യം നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ള 100% ഉറപ്പിക്കാനും സാധിക്കും. അതുമാത്രമല്ല, ഇന്ത്യക്ക് ഇനിയും തുടർച്ചയായിട്ടുള്ള ബഹിരാകാശ ദൗത്യങ്ങളുണ്ട്. നമ്മൾ ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. സ്വന്തമായ ബഹിരാകാശ നിലയം പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വലിയ വലിയ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മുടെ രാജ്യം വളരുമ്പോൾ അതിൻ്റെ ഒരു ചുവടുപടി മാത്രമാണ് ഇത്. അപ്പോൾ നമ്മുടെ രാജ്യം, അതായത് പണ്ട് ഈ വിദേശ രാജ്യങ്ങൾ നമ്മളെ ട്രോൾ ചെയ്യുന്നത് ഈ തൊഴുത്തിൽ പശുവിനെ കറക്കാൻ പോകുന്ന ആ ലാഘവത്തോടെ പിന്നെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് തുനിയുന്നു, സൈക്കിളിൻ്റെ പിന്നാലെ റോക്കറ്റ് വെച്ച് കെട്ടിക്കൊണ്ടുപോയ ഒരവസ്ഥ. അത് നമുക്കൊരു അഭിമാനമാണെങ്കിലും വിദേശീയർക്ക് അതൊരു കൗതുക കാഴ്ച മാത്രമായിരുന്നു. അപ്പോൾ ആ നിലയിൽ നിന്ന് നമ്മുടെ രാജ്യം ഈ രംഗത്തേക്ക് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? ഇപ്പോൾ അമേരിക്കൻ റഷ്യയൊക്കെ അവരുടെ സമ്പത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ചപ്പോൾ നമ്മുടെ മനുഷ്യാധ്വാനവും നമ്മുടെ പരിമിതമായ വിഭവങ്ങളും മാത്രമാണ് ഈ മേഖലയിലായിട്ട് മുടക്കിയിട്ടുള്ളത്. ആ നിലയിൽ നിന്ന് നമ്മൾ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാവി കുറേ കൂടി മെച്ചപ്പെട്ടതായിരിക്കും. അല്ല, നമ്മൾ വിദേശികൾ നമ്മളെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞല്ലേ, സൈക്കിളിൻ്റെ പുറകിൽ റോക്കറ്റ് വെച്ച് കെട്ടി. ISROയിൽ ശരിക്കും പറഞ്ഞ കേരളത്തിൽ അതൊക്കെ ചെയ്യാനായിട്ടുള്ള ചങ്കുറ്റം ഉണ്ടായിരുന്നു മനുഷ്യർക്കെന്നുള്ള. അത് പക്ഷേ വിദേശികൾ തമാശയായിട്ടേ മാത്രം കണ്ടുള്ളൂ. കാരണം ഇങ്ങനെ സൈക്കിളിൻ്റെ പുറകിൽ റോക്കറ്റ് വെച്ച് കെട്ടി കൊണ്ടുപോയി വിക്ഷേപം നടക്കുന്ന ഇവർ എവിടെ എത്താനാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ കടന്നു എന്ന് മാത്രമല്ല,
ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, അപ്പോൾ അത് ISROയും ഇന്ത്യ എന്ന നിലയ്ക്ക് തന്നെ കണക്കാക്കിയിരുന്നുള്ളൂ. പുറത്ത് വാർത്തകൾ വരുമ്പോൾ അല്ലാണ്ട് കേരളം എന്ന് പറയുന്നതിൻ്റെ അകത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റ് എന്ന നിലക്കാണ് അന്ന് ISROൻ്റെ ആ പ്രൊജക്റ്റ്. അവിടെ നിന്ന് നമ്മൾ എത്രമാത്രം ഉയർന്നു വന്നു ശരിക്കും. മാത്രമല്ല പൊക്രാനിൽ നമ്മൾ അണുവിസ്ഫോടനമൊക്കെ നടത്തി ലോകത്തെ ഞെട്ടിച്ചതാണ്. ഇപ്പോൾ അങ്ങനെ ലോകം മുഴുവനും ഇന്ത്യയെ ഏതാണ്ട് അവർക്കൊപ്പം തന്നെ കടന്നു വരുന്ന ഒരു ശക്തി ആയിട്ട് കണക്കാക്കാനായിട്ട് എന്തുകൊണ്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ അതിനെ നോക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കഠിനാധ്വാനം തന്നെയാണ്. ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രതീകമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കഠിനാധ്വാനത്തിൻ്റെ, അതായത് ദരിദ്രമായിട്ടുള്ള മനുഷ്യൻ അവൻ്റെ ദരിദ്രാവസ്ഥയിലെ കഠിനാധ്വാനം കൊണ്ടും അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണം കൊണ്ടും. അന്നത്തെ ISRO സയൻറ്റിസ്റ്റുകൾ മുഴുവൻ എങ്ങനെയാണ്, പണം കൊണ്ടല്ല അവർ എന്ത് ചെയ്ത് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് നമുക്ക് സയൻറ്റിസ്റ്റുകൾക്കൊക്കെ വലിയ തരത്തിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. അതെ. അന്ന് പക്ഷേ അതിന് പോലും കഴിയുമായിരുന്നില്ല. പക്ഷെ അവർക്ക് എന്തുണ്ടായിരുന്നു, ഇന്ത്യ എന്ന് പറയുന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ പിടിച്ചു കയറിയാണ് അന്ന് റോക്കറ്റ് വിക്ഷേപണം നടത്താനായിട്ട് ശ്രമിക്കുകയും അതിൽ പിന്നീട് വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ISRO എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു കേന്ദ്രമായി മാറിയത് അത്തരത്തിലുള്ള മലയാളികളുടെയും അതുപോലെ ഇന്ത്യക്കാരുടെയും ഒക്കെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി. ISROയുടെ പല ഘട്ടങ്ങളിലും ചെയർമാൻമാരായിരുന്നത് മലയാളികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ആയിത്തീരാനായിട്ട് കഴിഞ്ഞത് നമ്മളതിനകത്ത് നടത്തിയിട്ടുള്ള ഡെഡിക്കേഷനാണ്. ഇന്ത്യക്കാർ മുഴുവനും ഈ കാര്യത്തിൽ മലയാളികളെ അംഗീകരിക്കേണ്ടതും അതുപോലെ തന്നെ അവരെ ബഹുമാനിക്കുകയും അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടെ പണം കൊണ്ടല്ല ഈ വിജയങ്ങളൊക്കെ നേടിയിട്ടുള്ളത്, ആത്മാർത്ഥതയോടും അതുപോലെ തന്നെ അർപ്പണത്തോടും കൂടിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഡെഡിക്കേഷനാണ് ശരിക്കും ഈ വലിയ വളർച്ചയിലേക്ക് ISRO എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ശുഭാംശു ശുക്ല അവിടെ നിന്ന് തിരിച്ചു വരണം, നമുക്ക് ആവശ്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന അനുഭവങ്ങൾ അതിനകത്ത് പ്രധാനപ്പെട്ടാണ്. ബഹിരാകാശ പേടകത്തിനകത്ത് പോയി കുറേ ദിവസം, 14 ദിവസം എന്ന് വെച്ചാൽ 2 ആഴ്ച അദ്ദേഹം അവിടെ താമസിച്ച് അതിൽ നിന്ന് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള അനുഭവജ്ഞാനമുണ്ട്. ഇന്ത്യയിൽ മറ്റൊരാൾക്കൊന്നും ഉണ്ടാവില്ല. പഴയ കാലത്ത് നമുക്കറിയാം, രാകേഷ് ശർമ്മയാണ് ഇതിക്ക് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോവുകയും അനുഭവം നമുക്ക്. ബഹിരാകാശ നിലയത്തിൽ തങ്ങാൻ സാധിച്ചില്ല, ശരിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു തുടക്കം എന്ന് വെച്ചാൽ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആളെ വിടുന്ന സമയത്ത് ആദ്യത്തെ ആൾ ചെയ്തതിനേക്കാൾ കുറേ കൂടി കൂടുതൽ കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ചുമതല ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ 14 ദിവസത്തെ ഒരു വർക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ബഹിരാകാശ നിലയത്തിനകത്ത് 14 ദിവസം കഴിച്ചു വിടുന്ന സമയത്തുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് അസാധാരണമായിരിക്കും, അത്യപൂർവമാണ്. ആ അത്യപൂർവമായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ശുഭാംശു ശുക്ല തിരിച്ചു വന്ന് ISROയിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രോജക്റ്റ്, ഗഗൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സാക്ഷാത്കരിക്കാനായിട്ട് ആവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വേണം. ആ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഈ അനുഭവമാണ്. ആ അനുഭവം കൊണ്ട് മാത്രമാണ് അതിനെ പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന് ഇപ്പോഴുള്ള ഈ പ്രൊജക്റ്റിൻ്റെ വിജയം ആവശ്യമാണ്. കാരണം അത് ഇപ്പോൾ 4 വട്ടം മാറ്റിവെച്ചെന്നുള്ളത് ശരിയാണെങ്കിലും അത് മാറ്റിവെക്കപ്പെടാത്ത ഒരു ദിവസം വരികയും ഇദ്ദേഹം അങ്ങോട്ട് പോവുകയും അവിടുത്തെ അനുഭവങ്ങൾ നേടുകയും തിരിച്ചു വരികയും ISROൻ്റെ ഭാവി പ്രൊജക്റ്റുകളെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ സാക്ഷാത്കരിക്കുകയും ചെയ്യും. അതൊരു പ്രത്യാശയാണ് നമ്മളുടെ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.